ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു തൊടുകറിയാണ്, ചമ്മന്തിയാണ് എന്ന് വേണമെങ്കിൽ വിളിക്കാം. പക്ഷേ കുറച്ച് വെള്ളം പോലെ ഇരിക്കുന്ന ഒരു ചമ്മന്തിയാണ്. കാരണം ഇത് നമ്മൾ വെള്ളരിക്ക വെച്ചിട്ട് അല്ലെങ്കിൽ കക്കരിക്ക വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു, അതായത് കുക്കുംബർ കേട്ടോ, നമ്മൾ സാലഡ് കുക്കുംബർ വെച്ചിട്ട് ചെയ്യുന്ന ഒരു ചമ്മന്തിയാണ് അല്ലെങ്കിൽ ഒരു ചട്നിയാണ്. ചോറിൻ്റെ ഒപ്പമൊക്കെ ഇത് പെർഫെക്റ്റാണ്. നല്ല സ്പൈസിയാണ്. കുറച്ച് കുക്കുംബറൊക്കെ നമുക്ക് കടിക്കാൻ കിട്ടും, കുറച്ച് മല്ലിയിലിട്ട് ടേസ്റ്റ് വരും. അപ്പം എങ്ങനെയാണ് ഈ ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തി ചട്നി ഉണ്ടാക്കേണ്ടതെന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പം നമ്മൾ ചമ്മന്തിക്ക് ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് കടുക് വറുക്കാൻ പോവാണ്. നിങ്ങൾ ഞെട്ടും, എന്താണ് ആദ്യം കടുക് വറുക്കാൻ പോകുന്നത് എന്ന് വിചാരിക്കും. ബട്ട് ട്രസ്റ്റ് മീ. അപ്പോൾ ആദ്യം ഞാൻ ഒരു കുഞ്ഞു പാത്രം വെച്ചിട്ടുണ്ട് കടുക് വറുക്കാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് ഒരു ടീസ്പൂൺ എണ്ണ, നല്ലെണ്ണ ആണ് കേട്ടോ ഒഴിച്ചു കൊടുക്കേണ്ടത്. നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എണ്ണ ഒന്ന് ചൂടായി വന്നാൽ നമുക്ക് കടുക്, കറിവേപ്പില, വറ്റൽമുളക് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുകയാണ്. കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഒരു നുള്ള ഉലുവ ഓഫ് ചെയ്യണം കേട്ടോ. ഇനി ബാക്കി നമുക്ക് ചൂടിൽ ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ഒരു വറ്റൽമുളക് പൊട്ടിച്ചത് ഇട്ട് കൊടുക്കുകയാണ്. കറിവേപ്പില, ഒരു നുള്ള ചായ. ഇപ്പം ഇത്രയും നമ്മൾ ചെയ്തു. ഇനി ഒന്ന് ചൂടാറട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ചട്നി അരയ്ക്കാനുള്ള ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഏകദേശം ഒരു വലിയ കുക്കുംബർ ഞാനിവിടെ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഒരു 10 മിനിറ്റായി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താവെന്ന് വെച്ചാൽ വെള്ളമെല്ലാം ഒന്ന് നമുക്ക് കിട്ടും. ഓക്കെ, കാണിച്ചു തരാം. ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് പിഴിഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. കണ്ടോ, ഇതിൻ്റെ അടിയിൽ മുഴുവൻ വെള്ളമാണ്. അങ്ങനെ ഒന്ന് ഒരു കുക്കുംബറിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് കുറച്ച് നേരം ഒരു 10 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ വെള്ളം ഒക്കെ എക്സസ് വന്നോളും. വെള്ളം നന്നായിട്ട് പിഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 2 പച്ചമുളക് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണ്. 1 ടേബിൾ സ്പൂൺ വരണ മാതിരി മല്ലിയില, എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാരയുടെ കളർ എന്താ ഇങ്ങനെ വിചാരിക്കേണ്ടത്, ഇത് അൺഫിൽറ്റേർഡ് ഷുഗറാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ. ഓക്കെ, കുറച്ച് ഉപ്പ്, ഇതിലേക്ക് കുറച്ച് പുളി പിഴിഞ്ഞത് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഒരു ടീസ്പൂൺ 2 ടീസ്പൂൺ വരണ മാതിരി എല്ലാം കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ്. കുറച്ചുകൂടെ ഉപ്പ് വേണമായിരുന്നു, അപ്പോൾ കുറച്ചുകൂടെ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്ത മാതിരിയാണ് ഇരിക്കുന്നത്. ഇത് കുറച്ച് വെള്ളം പോലെ ഇരിക്കുന്ന ചമ്മന്തിയാണ് കേട്ടോ. ഇതിലേക്ക് നമ്മൾ നേരത്തെ എന്താ പറയുക വറുത്ത് വെച്ചത് ഇട്ട് കൊടുക്കുകയാണ്. ജസ്റ്റ് ഒന്ന് ഒറ്റ പ്രാവശ്യം ഒന്ന് പൾസിലിട്ടിട്ട് ഒന്ന് കലക്കിയെടുക്കാം. കഴിഞ്ഞാൽ നമുക്കിത് സെർവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ തൊടുകറി റെഡി ആയിട്ടുണ്ട്. നല്ല സ്പൈസിയാണ്. പിന്നെ അരയ്ക്കുന്ന സമയത്ത് കുക്കുംബർ കുറച്ച് കഴിക്കാൻ കിട്ടുന്ന പോലെ വേണം അരയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളതാണ്. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയൂ. നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യുക. ബൈ ബൈ.